എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി PG കോഴ്സുകളിലേക്കുള്ള സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ സെപ്റ്റംബർ 9 തീയതിയുടെ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇന്നും നാളെയുമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ജോയിൻ ചെയ്യാവുന്നതാണ്. വിദ്യാർത്ഥികൾക്ക് ആപ്ലിക്കൻ ലോഗിൻ വഴി നിങ്ങൾക്ക് നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ അലോട്ട്മെൻറ്റ് റിസൾട്ട് പരിശോധിക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു admissions.keralauniversity.ac.in/pg2024/index.php എന്നുള്ള പേജ് വഴി വിദ്യാർത്ഥികൾക്ക് നിങ്ങളുടെ ഈ ഒരു അലോട്ട്മെൻറ്റ് പരിശോധിക്കാം. ഇവിടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അവിടെ നിങ്ങൾക്ക് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് കോഴ്സിൻ്റെ ലാസ്റ്റ് ഇൻഡെക്സ് ആണ് അറിയേണ്ടത് അത് സെലക്ട് ചെയ്ത ശേഷം ഗെറ്റ് ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് എന്നുള്ളതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഏത് കോളേജിലായിരുന്നു ആ ഒരു കോഴ്സുകൾ ഉണ്ടായിരുന്നത് അവിടെ ഈ ഒരു ജനറൽ കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, ഇയവ കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ, അതുപോലെ മുസ്ലിം കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾ എന്നിവരുടെ നിങ്ങൾക്ക് ആ ഒരു അതായത് ഇത് MA ഇംഗ്ലീഷ് ആയതുകൊണ്ടാണ് ഈ ഒരു അതായത് MA അറബിക് ആയതുകൊണ്ടാണ് ഈ ഒരു രീതിയിൽ അത് കുറച്ച് വിദ്യാർത്ഥികളുടെ മാത്രം കാണിക്കുന്നത്. ഇനി മറ്റ് കോഴ്സ് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഇതേ രീതിയിൽ അതായത് കൂടുതൽ കാറ്റഗറിയിൽ നിങ്ങൾക്ക് റാങ്ക് കാണാൻ സാധിക്കുന്നതാണ്. അപ്പോൾ മറ്റ് കോഴ്സുകൾ നടത്തുന്ന നിരവധി കോളേജുകളുണ്ട്. അപ്പോൾ അവിടെ നിങ്ങൾക്ക് ഓരോ കാറ്റഗറിയിലും ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ച സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ കാറ്റഗറി ഡീറ്റെയിൽസും അതുപോലെ തന്നെ അവരുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓരോ കോളേജിലും ആ ഒരു കാറ്റഗറിയിൽ അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് അറിയാനായിട്ട് സാധിക്കുന്നതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്കിവിടെ ഈ ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് കൊടുത്തിട്ടുണ്ട്. അതായത് നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടായിരുന്നത് ഈ ഒരു ടോട്ടൽ അലോട്ട്മെൻറ്റിൻ്റേതാണ്. ഇപ്പോൾ നിങ്ങൾ ഇനി നോക്കാൻ പോകുന്നത് ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ലാസ്റ്റ് ഇൻഡെക്സ് മാർക്കാണ്. അപ്പോൾ നമുക്ക് അതിനായിട്ട് ആ ഒരു ലിങ്കിൽ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുള്ള ഈ ഒരു ലിങ്കിൽ അതായത് ഇവിടെ നിങ്ങൾ കാണാം ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് ഓഫ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്ക് ഏത് കോഴ്സാണ് അറിയേണ്ടത് ആ ഒരു കോഴ്സ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഞാനിപ്പോൾ MA ഇംഗ്ലീഷാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്, അതായത് MA അറബിക്കാണ് സെലക്ട് ചെയ്തിട്ടുള്ളത്. അവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു ലാസ്റ്റ് അലോട്ട്മെൻറ്റ് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് കിട്ടിയ വിദ്യാർത്ഥികളുടെ ആ ഒരു ഇൻഡെക്സ് മാർക്കാണ് ഇവിടെ നൽകിയിട്ടുള്ളത്. അതുപോലെ തന്നെ MA ഇംഗ്ലീഷ് നോക്കാം. അപ്പോൾ ഇവിടെ നിങ്ങൾക്ക് കാണാം ഈ ഒരു സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികളുടെ ആ ഒരു ലാസ്റ്റ് ഇൻഡെക്സ് മാർക്ക് നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് പറ്റുന്നതാണ്. ജസ്റ്റ് നിങ്ങൾക്ക് ഇവിടെ കാണാം. അതുപോലെ തന്നെ അതായത് ഇവിടെ നിങ്ങൾക്കൊരു വിദ്യാർത്ഥിയുടെ ആ ഒരു മാർക്കിൻ്റെ അതായത് ആ ഒരു കോളേജിലെ ആ ഒരു EWS കാറ്റഗറിയിൽ ഇവിടെ നിങ്ങൾക്ക് സ്റ്റാർ കൊടുത്തത് കാണാം. ഗവൺമെൻറ് കോളേജിൽ സ്റ്റാർ കൊടുത്തത് കാണാം. അതിൻ്റെ അർത്ഥം എന്ന് പറയുന്നത് അവർ നോൺ കേരളൈറ്റ് കാറ്റഗറിയിലാണ് ഉൾപ്പെട്ടുള്ളത്, അതായത് കേരളത്തിലുള്ളവരല്ല. അപ്പോൾ അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ അതായത് കേരള കാറ്റഗറിയിലല്ല അവർ അപ്ലൈ ചെയ്തിട്ടുണ്ടായിരുന്നത്, അതുകൊണ്ടാണ് ആ ഒരു രീതിയിൽ കാണിക്കുന്നത്. ഇനി ഇവിടെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പബ്ലിഷ് ഓൺ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് അതുമായി ബന്ധപ്പെട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് നമുക്ക് നോക്കാം. അപ്പോൾ വിദ്യാർത്ഥികൾ നിങ്ങളുടെ ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതുപോലെ സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് പ്രകാരം അലോട്ട്മെൻറ്റ് ലഭിച്ച വിദ്യാർത്ഥികൾക്ക് കോളേജിൽ അഡ്മിഷൻ നേടാനുള്ള ഡേറ്റ് എന്ന് പറയുന്നത് സെപ്റ്റംബർ 10-11 തീയതിയാണ്. 10 ഇന്നാണ്, അപ്പോൾ 11 നാളെയാണ്. അപ്പോൾ നാളേക്കുള്ളിൽ പോയിട്ട് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ചവർ ഓൺലൈനായിട്ട് ഫീസ് അടച്ച് അലോട്ട്മെൻറ്റ് മെമ്മോ നിങ്ങൾ ഡൗൺലോഡ് ചെയ്യുക. ഏകദേശം 1030 ജനറൽ കാറ്റഗറിക്ക് വരുന്നത്. മറ്റുള്ള അതായത് SC ST OBC അവർക്ക് ഏകദേശം 200 രൂപയോളമാണ് ഫീസ് വരുന്നത്. അപ്പോൾ നിലവിൽ ഏതെങ്കിലും കോളേജിൽ അഡ്മിഷൻ എടുത്ത വിദ്യാർത്ഥികൾക്ക് പുതിയ അലോട്ട്മെൻറ്റ് ലഭിക്കുകയാണെങ്കിൽ പ്രൊഫൈലിൽ നിന്നും അലോട്ട്മെൻറ്റ് മെമ്മോ ഡൗൺലോഡ് ചെയ്തെടുക്കുക. അതുപോലെ സെപ്റ്റംബർ 10-11 തീയതികളായിട്ടാണ് അഡ്മിഷൻ. അലോട്ട്മെൻറ്റ് ലഭിച്ചവർ മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന സമയത്ത് തന്നെ ആവശ്യമായിട്ടുള്ള രേഖകളുടെ ഒറിജിനൽ സഹിതം കോളേജിൽ ഹാജരായി പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കണം. അതുപോലെ തന്നെ ഏതെങ്കിലും കാരണവശാൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ പറഞ്ഞിരിക്കുന്ന തീയതിയിൽ അഡ്മിഷൻ എടുക്കാൻ സാധിക്കാത്തവർ അഡ്മിഷൻ തീയതിക്ക് മുൻപായിട്ട് അതത് കോളേജിലെ പ്രിൻസിപ്പാളുമായി ബന്ധപ്പെടേണ്ടതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ഈ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക. നിങ്ങൾക്ക് ഇന്ന് പോയിട്ട് അഡ്മിഷൻ എടുക്കാൻ പറ്റിയിട്ടില്ല എങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കോളേജിൽ വിളിച്ച് പ്രിൻസിപ്പാളിനോട് പറയുക അതായത് നാളെ അഡ്മിഷൻ എടുക്കാനായിട്ട് ഒരു അവസരത്തിന്. അപ്പോൾ നാളെ പോയിട്ട് അഡ്മിഷൻ എടുക്കുക, കാരണം നാളെ വൈകുന്നേരത്തിനുള്ളിൽ പോയിട്ട് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അതുപോലെ നിലവിൽ അഡ്മിഷൻ ഉള്ളവർ അതായത് കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ ഒഴികെ പുതിയ കോളേജിൽ അലോട്ട്മെൻറ്റ് ലഭിച്ചാൽ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ നിർബന്ധമായിട്ടും വിദ്യാർത്ഥികൾ അഡ്മിഷൻ എടുക്കണം. അവർക്ക് മുൻപ് എടുത്ത അഡ്മിഷനിൽ തുടരാൻ സാധിക്കുന്നതല്ല. അതുപോലെ നിലവിൽ ഏതെങ്കിലും എയ്ഡഡ് കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനിൽ തൃപ്തരായിട്ടുള്ളവർ പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിച്ച ആ ഒരു കോളേജിൽ നിങ്ങൾ അഡ്മിഷൻ എടുക്കേണ്ടതില്ല എന്നുള്ളത് സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. നിലവിൽ ഏതെങ്കിലും എയ്ഡഡ് കോളേജിൽ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷനിൽ തൃപ്തരല്ലാത്തവർക്ക് സപ്ലിമെൻ്ററി അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ ഹാജരായി അഡ്മിഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ സെപ്റ്റംബർ 11 വൈകുന്നേരം 4 മണിക്ക് മുമ്പ് തന്നെ പുതിയ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ അതായത് സെപ്റ്റംബർ 11 തീയതി വൈകുന്നേരം 4 മണി എന്ന് പറഞ്ഞാൽ നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് നിങ്ങൾ അലോട്ട്മെൻറ്റ് ലഭിച്ച കോളേജിൽ പോയിട്ട് അഡ്മിഷൻ എടുത്തിട്ടില്ലെങ്കിൽ അലോട്ട്മെൻറ്റ് ക്യാൻസൽ ചെയ്യും. താൽക്കാലിക അലോട്ട്മെൻറ്റ് അതായത് ടെമ്പററി അഡ്മിഷൻ ഈ ഒരു ഘട്ടത്തിൽ ലഭ്യമല്ല. പുതുതായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്നവർ
കോളേജിലെ നിശ്ചിത ഫീസ് അടച്ച് നിർബന്ധമായിട്ടും പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കേണ്ടതാണ്. ഈ ഒരു ഘട്ടത്തിൽ എല്ലാ സർട്ടിഫിക്കറ്റുകളുടെയും ഒറിജിനൽ അതായത് TC ഉൾപ്പെടെ കോളേജിൽ ഹാജരാക്കി അഡ്മിഷൻ എടുക്കേണ്ടതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 4 മണി വരെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ ഉണ്ടാവുക. നിങ്ങളുടെ അലോട്ട്മെൻറ്റ് ലെറ്ററിൽ അല്ലെങ്കിൽ അലോട്ട്മെൻറ്റ് മെമ്മോയിൽ എപ്പോഴാണ് അഡ്മിഷൻ എടുക്കേണ്ട ഡേറ്റ് എന്നുള്ള കാര്യം കൃത്യമാക്കി നോക്കിയിട്ട് അഡ്മിഷൻ എടുക്കുക. ഇന്നാണെങ്കിൽ നിങ്ങൾക്ക് പോകാൻ പറ്റുന്നില്ലെങ്കിൽ നാളെ വന്നിട്ട് നാളെ വൈകുന്നേരം 4 മണിക്ക് മുമ്പായിട്ട് പോയിട്ട് അഡ്മിഷൻ എടുക്കുക. അതിനു മുമ്പായിട്ട് കോളേജിൽ വിളിച്ച് പ്രിൻസിപ്പാളിനോട് ആ ഒരു കാര്യം പറയുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.